ഈ ഭാഗത്ത് വണ്ടി വരവ് കുറവാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ദേവിൻ്റെ നിതിരേട്ടൻ ക്രിക്കറ്റ് ഏരിയ. നിതിരേട്ടൻ ലീവുള്ള ദിവസങ്ങളിലൊക്കെ ദേവിനെ കൊണ്ട് ഇവിടെ ഇറങ്ങലുണ്ട് കേട്ടോ. ഞാനും ഇറങ്ങലുണ്ട്, പക്ഷേ ചില ദിവസങ്ങളിലൊക്കെ ഇറങ്ങലുള്ളൂ. മടി പിടിച്ചവിടെ ഇരിക്കും. അതുമല്ല ഈ കുട്ടി പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കലില്ല. അങ്ങനെ കളിച്ച് ബോളൊരു കുഴി കൊണ്ടേ കളഞ്ഞു. അത് കിട്ടില്ലെന്ന് കണ്ടപ്പോൾ നമ്മൾ നേരെ പാർക്കിൽ പോയിട്ടോ. അത്യാവശ്യം മഴച്ചാറിലുണ്ടാവുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ഈ സ്ലൈഡ്സിലൊന്നും കയറാൻ പറ്റില്ല കേട്ടോ, കാരണം അത്യാവശ്യം നല്ല നനവുണ്ട്. അങ്ങനെ ദേവിൻ്റെ താറാവിൻ്റെ പുറത്ത് കയറ്റി 2 റൗണ്ട് കറക്കി കിട്ടും. പിന്നെ ദേവിൻ്റെ മാത്രമല്ലല്ലോ കുട്ടി, ഞാനൊരു കുട്ടിയല്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരു കുതിരപ്പുറത്ത് കയറിയിരുന്നു. അങ്ങനെ കുതിര സവാരി ഒറ്റയ്ക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ദേവിനെ കൂടെ കയറ്റിയിട്ടാണ് നമ്മൾ കുതിര സവാരി നടത്തുന്നത് കേട്ടോ. അതിനുശേഷം ദേവിടെ ഇവിടേക്ക് കയറി പോകുന്നുണ്ട്. പക്ഷേ കയറി പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് ഏത് വഴി ഇറങ്ങേണ്ടതെന്ന് അറിയില്ല. പിന്നെ അവിടെ സ്റ്റക്കായി നിൽക്കും. അതുകൊണ്ട് നിതിരേട്ടൻ പോയിട്ട് താഴേക്ക് ഇറക്കിക്കൊണ്ട് വന്നു കേട്ടോ. പിന്നെ കുറച്ചൊരു ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടി. നിതിരേട്ടൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 റൗണ്ട് ഓട്ടം മസ്റ്റാണ് കേട്ടോ. ഇവിടെ കുറേ ആളുകൾ അങ്ങനെ ജോഗിങ്ങിനൊക്കെ വരുന്ന സ്ഥലമാണ്. അങ്ങനെ നിതിരേട്ടൻ 2 റൗണ്ട് ഓടിക്കഴിഞ്ഞ് വന്ന് വാമപ്പൊക്കെ ചെയ്ത് പിന്നെ ഈ ഒരു ഐസ്ക്രീം കടക്കാർ ഇവിടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ വൈകുന്നേര സമയത്ത്. അതുപോലെ ഒരു ബലൂൺ കടക്കാനും ഉണ്ടായിരിക്കും. അത്യാവശ്യം നല്ല കച്ചവടം ഉണ്ടായിരിക്കും, കാരണം കുട്ടികൾക്ക് വരുന്നതല്ലേ. അങ്ങനെ ദേവിടന് ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുത്ത് പിന്നെ നമ്മൾ ചോട്ടാ ഭീമിനെ ഒന്ന് കണ്ട് ടാറ്റ പറയാമെന്ന് കരുതി. കാരണം ഞാൻ നിതിരേട്ടനും ദേവിടനും കൂടെ ഒരു റൗണ്ട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നടന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്കൊരു ഗ്ലാസ് ചായ എവിടെയെങ്കിലും ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തലശ്ശേരി റെസ്റ്റോറൻറ്റ് പോയി നോക്കുമ്പോൾ അവിടെ സ്നാക്സ് ഒന്നുമില്ല. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ ഒരു തട്ടുകട കണ്ടത്. അങ്ങനെ അവിടെ കയറിയിട്ട് ഒരു ചായയും പഴംപൊരി സമൂസയൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിൽ പോകണം. അപ്പോൾ ഇന്നത്തെ വീട്ടിലുള്ളൂ.